കോഴിക്കോട് കൂടരഞ്ഞിലെ വീട്ടിൽ നിന്നും ഗാർഹിക തൊഴിൽ ജോലിക്കായാണ് റുക്കിയ റിയാദിലേക്ക് പോകുന്നത്. 2001 വരെ വീട്ടിലേക്ക് വിളിക്കുകയും കത്തുകൾ അയക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 23 വർഷങ്ങളായി റുക്കിയയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും കുടുംബത്തിന് ലഭ്യമല്ല. മകൻ ജംഷീറും മകൾ ജുമാനയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും തങ്ങളെ തേടി എന്നെങ്കിലും ഉമ്മ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഇവിടെ എത്തിയിരിക്കുന്നത്. റുക്കിയ പോയിട്ട് ഇപ്പോൾ 2001 പോയി എന്നല്ലേ നിങ്ങൾ പറയണത് അല്ലേ? എത്ര കാലം റുക്കിയ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? 2001 വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അത് റിയാദിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല. റിയാദിൽ ധാരാളം മലയാളികളുള്ളതല്ലേ? നിങ്ങളെ നാട്ടിൽ തന്നെ എത്രയോ ആളുകളുണ്ടായിരുന്ന സ്ഥലമല്ലേ? കുറേ അന്വേഷിച്ചു. ആ സമയത്ത് തന്നെ ആരൊക്കെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഇതുണ്ടല്ലോ, വിവരം കിട്ടിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും പരാതി കൊടുത്തിരുന്നു അങ്ങനെ എംബസിയിലേക്കോ അല്ലെങ്കിൽ മന്ത്രിമാരോ? ഒരുപാട് മന്ത്രിമാരൊക്കെ ഉള്ളതാണല്ലോ ഈ കാലഘട്ടത്തിൽ. 100 മന്ത്രിമാരെങ്കിലും കോഴിക്കോട് നിന്ന് വന്ന് പോയിട്ടുണ്ടോ? കൊടുത്തില്ല, അവർക്കൊന്നും കൊടുത്തില്ല. നിങ്ങൾ എന്താ കൊടുക്കാൻ സാഹചര്യം ഒരിതില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കുടുംബങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല വരണം. നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഉമ്മ പോയത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉമ്മ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉമ്മ അപ്രത്യക്ഷമായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്. ഒരു വിവരവും അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ആരും കണ്ടവരുമില്ല. വീട്ടു ജോലിക്ക് വേണ്ടി പോയതാണ്. ഇത് ലാസ്റ്റ് പോക്ക ഉമ്മ പറഞ്ഞു മോളെ കല്യാണം കഴിപ്പിക്കണം, മോളൊരു നല്ലൊരു നിലയിൽ. നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞു. മക്കളായ? ഒരു മോളുണ്ട്. +1 പഠിച്ചത്. നിങ്ങൾക്ക് എന്താ പണി? എനിക്ക് ഇന്റർലോക്ക് വർക്കാണ്. ജോലിക്കൊക്കെ പോകും കോഴിക്കോട്? ഞാൻ ഡെയിലി പോകും. എന്തായാലും ഉമ്മ എങ്ങനെയെങ്കിലും വരുത്തി തരണം ഞങ്ങൾക്ക്. മകനല്ലേ? മകൻ എന്ത് ചെയ്യുന്നു? അവന് കൂലിപ്പണിയായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. അവനെന്താ പറയുന്നത്? അവന് പിന്നെ ഞങ്ങളായിട്ട് ഒരു ബന്ധമല്ല. അതെന്താ കാരണം? ഒരു പോലീസ് കേസായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളെ അടുപ്പിക്കില്ല. ഓഹോ. അവന് അതിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. 15 വർഷമായി അവന് ഞങ്ങളായിട്ട് ബന്ധമില്ല. പക്ഷെ എന്നാലും അദ്ദേഹവും ഉമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഉമ്മ വന്നിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്നാ പറഞ്ഞവന്. വീട്ടിൽ വരാറില്ല? വീട്ടിൽ വരാറില്ല. എവിടെ താമസിക്കുന്ന ആള്? ഇപ്പം എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ഉള്ള വീട് പൊളിഞ്ഞു പോയതാണ്. 10 സെൻറ്റ് സ്ഥലം, അതിലൊരു വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പം എവിടെയൊന്നും ഒരു പിടുത്തമല്ല. ജയിലിലാണോ അതന്നെ വേറെ എവിടെയെങ്കിലും ആണോ ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ റുക്കിയയുടെ മകളും ഭർത്താവുമാണ്. റുക്കിയക്കൊരു മകനുണ്ട്. ആ മകനാണ് ഇദ്ദേഹം പറഞ്ഞ വീട്ടിൽ വരാത്ത ആളും ഒരു 10 സെൻറ്റ് വീടുണ്ടെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയി എന്നും എവിടെയാണോ ജയിലിലാണോ എന്നറിയാം. അവൻ ഉമ്മയും കാത്തിരിക്കുകയാണ് അല്ലേ? ഈ വാപ്പല്ലേ റുക്കിയയുടെ ഭർത്താവില്ലേ? മരിച്ചു. അപ്പോൾ റുക്കിയ 23 കൊല്ലമായിട്ടൊരു വിവരമില്ല. ഉമ്മാനെ തേടി വന്നതാണ് ആള്. ശരി. നിങ്ങൾക്ക് മക്കളുണ്ടോ? +1 പഠിക്കാം. മുക്കം ഓർഫനേജ് JDT. ഒന്നും കുഴപ്പമില്ല. അല്ല എന്താണ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും കണ്ടതായിട്ടോ ഏതെങ്കിലും തരത്തിൽ? ഒരു ഇതുമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് ഒന്നും കൂടി അന്വേഷിച്ച് നോക്കാം, അത്രേ പറ്റാൻ പറ്റുള്ളൂ. റുക്കിയയുടെ തിരോധാനം 25 വർഷമാണ് അല്ലേ? 24 വർഷമായി. 2001 റുക്കിയ പോകുന്നത്. റുക്കിയയുടെ മകൻ ഇപ്പോൾ പറഞ്ഞു, ഒരു ഉമ്മയും കാത്ത് കുടുംബമില്ലാതെ ഏകനായി ഇവർ പറയുന്നു നല്ല ജീവിതമല്ല അയാൾ നയിക്കുന്നതെന്നാണ്. അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. റുക്കിയ റിയാദിലുണ്ട് എന്നാണ് പറയുന്നത്. 24 വർഷവും ചെറിയ കാലഘട്ടമല്ല. അവരുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു.
മക്കളുണ്ട്. മകളും ഭർത്താവും ചേർന്നാണ് ഈ അന്വേഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. മകൻ്റെ കാര്യം പറഞ്ഞു. പൊതുവെ ബന്ധുക്കൾക്കൊന്നും അവർ വരണോ എന്നുള്ളത് വലിയ താല്പര്യമില്ല എന്നാണ്. അത് അവരുടെ വിഷയമല്ല ഒന്നാമത്. പക്ഷേ എങ്കിലും നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നല്ല കാശും സൗകര്യമൊക്കെ ഉള്ള കാലത്ത് ബന്ധുത്വം പറയുക. ബന്ധുക്കളാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ സൗകര്യം ഉണ്ടാവുമ്പോൾ, നിങ്ങൾ അറിയപ്പെടുന്നവരാകുമ്പോൾ, നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ബന്ധുക്കളാണെന്ന് പറയാൻ പലരും ഉണ്ടാവും. നിങ്ങൾ ദരിദ്രരാകുമ്പോൾ, നിങ്ങൾക്ക് വിഷമസ്ഥിതികളുണ്ടാവുമ്പോൾ നിങ്ങൾ അറിയുക എന്ന് പോലും പറയുന്നത് ഈ ബന്ധുക്കൾക്ക് മാനക്കേടാണ്. അതൊരു നിയമമാണ്. പലരും പറയില്ല. അവരെൻ്റെ ബന്ധുവാണെന്ന് പറയാൻ ഇതില്ല, എങ്ങനെയെങ്കിലും ഒഴിവാക്കുള്ളൂ. അപ്പോൾ ബന്ധുത്വം എന്നൊക്കെ പറയുന്നത് സമ്പത്തിൻ്റെയും സാമൂഹ്യ അംഗീകാരത്തിൻ്റെയും പ്രതിഫലനമായിട്ടാണ് ബന്ധുത്വം വരുന്നത്. വെറുതെ ബന്ധുത്വം വരില്ല. യഥാർത്ഥത്തിലുള്ള ബന്ധുക്കൾ അപ്പോഴും എന്താ പറയുക, ഈ അവസ്ഥകളുണ്ടെങ്കിൽ മാത്രമേ ബന്ധുക്കളാണെന്ന് പറയാൻ സമ്മതിക്കുകയുള്ളൂ. ഇപ്പോൾ റുക്കിയയുടെ കാര്യത്തിൽ അതാണ് അവർ പറയുന്നത്. എന്തിനാ അന്വേഷിക്കുന്നത്? പോട്ടെ, ആര് റുക്കിയ ആരും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. റുക്കിയ ദരിദ്രയായിട്ടുള്ളൊരു സ്ത്രീ, ആർക്കും ഉപകാരമില്ലാത്തൊരു സ്ത്രീ, എവിടെയോ അറേബ്യയുടെ തെരുവീതിയിൽ കഷ്ടപ്പെട്ട് അറബികളുടെ ആട്ടും തൊഴിയും കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് എന്തിനാണ് നമ്മളെ സമൂഹം വേവലാതിപ്പെടുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മളോടൊക്കെ തന്നെ ചോദിച്ചാൽ എന്തിനാണ്ടോ ഈ പരിപാടി, പോണവർ പോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നത്, പരിഹസിക്കുന്നവരുണ്ട്. കുറേ കാലം ആദ്യമൊക്കെ വലിയ പരിഹാസം ഉണ്ടായിരുന്നു. ഒക്കെ മാറി പല ആളുകളും സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, നഷ്ടപ്പെടുന്ന ആളുകൾ, ദുരിതമനുഭവിക്കുന്ന ആളുകൾ, കുടിയേറ്റം നടത്താൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകൾ, കുടിയേറ്റം നടത്തി എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ബന്ധുവാണ് പ്രവാസ ലോകം. ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങളവിടെ രക്തബന്ധുക്കളായിട്ട് കാണുന്നു. ഒരു സംശയം ആർക്കുമില്ല. കൈരളി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് സത്യം. 25 വർഷമായിട്ട് കൈരളി അത്തരത്തിലുള്ള മനുഷ്യരുടെ ഭാഗത്താണ് എന്ന് ഉറക്കെ പറഞ്ഞ ഏക ചാനലാണ് കേരളത്തിൽ. അതിൽ യാതൊരു സംശയം ആർക്കും വേണ്ട കേരളത്തിൽ. അത് നിരവധി കുടുംബങ്ങളെ ഒന്നിപ്പിച്ചു. 1000-ഓളം ആളുകളെ ഞങ്ങൾ കൊണ്ടുവന്നു. 1000-ഓളം ആളുകളെ, 2000-2500 ആളുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി. അതിൽ 1000 ആളുകളെ കുടുംബത്തിൽ കൊണ്ടുവന്നു. പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധുത്വമാണ് കൈരളി ഈ മനുഷ്യരുമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആളുകളുടെ ബന്ധുത്വം ഉണ്ട് എന്ന് പറയാൻ ഒരു പരിഭവമില്ല, ഒരു തരത്തിലുള്ള വിമുഖതയുമില്ല. ഞങ്ങളെ ബന്ധുക്കളാണ് ഈ കാണാതാകുന്ന മനുഷ്യർ. അവരെ കണ്ടെത്തലാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. അവരെ ആശ്വസിപ്പിക്കലാണ് ആ കുടുംബങ്ങളെ. അവർക്ക് വേണ്ടുന്ന ഓരോ സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യലാണ്. റുക്കിയയുടെ കുടുംബത്തെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. റുക്കിയെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുമെന്നാണ് ഈ കുടുംബത്തോട് പറയാനുള്ളത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോകണം കേട്ടോ മോളെ. അപ്പോൾ കാണാം. സന്തോഷം.